വരെ നിങ്ങളോട് പറയാച്ചാല് നമുക്കൊക്കെ റബ്ബിനോട് നമ്മള് 1000 സ്തുതി പറഞ്ഞോളി. റബ്ബിനോട് നമ്മൾ 1000 സ്തുതിയാണ് പറഞ്ഞോളി. കാരണം ഞമ്മക്ക് ഇരുന്നോടത്തിരുന്ന് നമ്മളെ മുന്നിക്കൊരാഹാരം എത്തിക്കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ചാനുള്ളൊരു സൗഭാഗ്യം പടച്ചോൻ നമുക്ക് തന്നിക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതാണ് ഞാൻ പറയണ്ടത്. സ്വന്തമായി ആ കഴിച്ച ആഹാരം മലമൂത്ര വിസർജനം ആയിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഒഴിവാക്കാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ജീവിതത്തിൽ. പിന്നെ നമുക്ക് ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഞാൻ ഈ ക്യാമ്പിലിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയി നിന്ന്, ഇപ്രാവശ്യം ഒരുങ്ങിച്ചമഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്ത് അവർ കാണുമ്പോൾ ഉള്ള കാഴ്ചകളല്ല, അവരവരുടെ പ്രാഥമിക കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരവസ്ഥ, അത് വലിയൊരു ഇതാണ്. അതാ ഞാൻ പറഞ്ഞത്, റബ്ബേ നിനക്ക് സ്തുതി, നാഥാ നിനക്ക് സ്തുതി. എൻ്റെ പ്രശ്നം, എനിക്ക് ഒരു വൈകല്യം, ഒരു ഭാഗം ഒരു ചിറക് ഒടിഞ്ഞിട്ട് പോലും ഞാൻ റബ്ബിനോട് സ്തുതി പറയുന്നത് എന്തുകൊണ്ടെച്ചാൽ ഈ ആളുകളെ നമ്മൾ കാണാൻ ഇപ്പൊ ഇതിക്കും കട്ടുള്ളവരുണ്ടോ അല്ലേ? ഇതിക്കും കട്ടുള്ളവരുണ്ടോ? ഞാനിപ്പോ ഞമ്മക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോ നമ്മളെ കോപിച്ചു എന്നുള്ളതാണ് ചിന്തിക്കുക. പക്ഷെ ഞാൻ ഒരുപാട് വട്ടം എന്തിനാ എന്നെ ആക്കിയേക്കണ പഠിച്ചോ, എന്തിനാ എന്നെ ആക്കി, എനിക്ക് എന്തോ ശാപമുണ്ട് അങ്ങനൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ള എന്നെ പിന്നെ എൻ്റെ ഭാഗത്തേക്ക് തിരിയില്ല. എനിക്ക് നാളത്തെ പരലോകം ഇല്ല എന്നുള്ള ഇക്കാരം അതെൻ്റെ മനസ്സിൽ കരുതാൻ പാടില്ല ഞാൻ. കാരണം അതിനുള്ള വയ്ക്കുന്ന ആളുകൾക്കും ബുദ്ധിയും കഥയൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പഠിച്ചോൻ നമ്മളെ മുന്നിലേക്ക് വരുന്നത്. ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അത് ബുദ്ധിയില്ലാത്ത തരത്തിലായാലും കയ്യിനും കാലിനും പ്രശ്നമില്ലാത്ത തരത്തിലായാലും ഉള്ളവര് നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്ത് പ്രശ്നം അല്ല ചോദിക്കണം നമ്മളോട്. അത് നമ്മളെ ബുദ്ധി കൊണ്ട് അവരെ കാണും, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നു, ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ആലോചിക്കുന്നു. അപ്പൊ നമ്മൾ പടച്ചവനോട് എന്താ പറയണ്ടേ? എന്ത് പറയണം? പക്ഷെ പടച്ചവനോട് ഞാൻ സ്തുതി പറഞ്ഞ എന്താ വെച്ചാ പൊരുത്തപ്പെടണേ. കാരണം ഞാൻ പലവട്ടം പടച്ചവന്റെ മുന്നില് എന്നെ വേഗം കൊണ്ടുപോണേ അങ്ങനൊക്കെ കരഞ്ഞ ആളാണ്. കരയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു പ്രശ്നമേ ഇല്ല. നോ നോ നോ. ഞാൻ